നമ്മുടെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് തിയോസിസ് ത്രൂ സാക്രമെന്റൽ ലൈഫ് ഓഫ് ദ ചർച്ച്. ഈ വിഷയ സെലക്ഷന്റെ സമയത്ത് ഒരു പ്രധാന ചർച്ചയ്ക്ക് വന്ന ഒരു വിഷയം, ഈ ആധുനിക കാലത്ത് പൊതുവെ നമുക്കൊരു തോന്നൽ, നമ്മുടെ ആൾക്കാരുടെ തന്നെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന പലപ്പോഴും ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളുടെയും ഈ മെഗാ ചർച്ച് ഗ്രൂപ്പുകളുടെയും ഡെലി ഇവാഞ്ചലിസ്റ്റുകളുടെയും ഒക്കെ ഒരു സ്വാധീന വലയത്തിൽ നമ്മൾ ഈ കിട്ടുന്ന എന്ത് മേടിച്ചാൽ അത് നമ്മുടെ സംശയമാണ്. ഈ മറ്റുള്ളവരുടെ സംശയം നമ്മൾ നമ്മുടെ സംശയമാക്കി വെച്ച് പിന്നെ അതിനെ ചൊല്ലി നമ്മൾ ചർച്ചയ്ക്ക് പോകും. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പൊതുവെ നമുക്കൊരു തോന്നൽ വന്നിട്ടുണ്ട്, ഈ സഭയുടെ പഠിപ്പിക്കലുകള്, സഭയുടെ ചട്ടക്കൂടുകള്, സഭയുടെ കൗദാശിക ജീവിതം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സഭയുടെ പരിചിന്തനങ്ങളൊക്കെ തന്നെ വളരെ ഓൾഡ് ഫാഷൻഡാണ്. അറിവില്ലാത്ത കുറെ ആൾക്കാര് അവർക്കൊന്നും അറിയാത്ത കാലത്ത് എന്തൊക്കെയോ എഴുതി വെച്ചു. നമ്മളിങ്ങനെ കുറെ പേര് യാക്കോബക്കാരെന്നോ ഓർത്തഡോക്സുകാരെന്നോ അല്ലെങ്കിൽ അതിൻ്റെതായ പരിധിയിൽപ്പെടുന്നവരെല്ലാവരും കൂടെ അവർ കുറെ അനാചാരങ്ങൾ ഇങ്ങനെ കൊണ്ട് നടത്തുന്ന ഒരു വിഭാഗം ആണ് എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അത് കുഴപ്പമില്ല, അവരുടെ അറിവില്ലായ്മയാണ്. എന്നാൽ നമ്മൾ തന്നെ ഇതിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സഭയുടെ പഠിപ്പിക്കലുകള് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായി കൊണ്ടു നടക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും അല്ലാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു പ്രവണത വരുന്നുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ചിന്ത നമ്മൾ ഈ ഒരു വിഷയം എടുക്കുവാൻ തന്നെ ആഗ്രഹിച്ചത്. തിയോസിസ് ത്രൂ സാക്രമെന്റൽ ലൈഫ് ഓഫ് ദ ചർച്ച്. ആർക്കെങ്കിലും മനസ്സിലായി? തിയോസിസ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ദിവ്യബോധനത്തിലൂടെ പഠിച്ചവരാണല്ലോ ഇതിലിരിക്കുന്ന ഭൂരിപക്ഷം. ദൈവീകരണം, ദൈവവൽക്കരണം, ഇനിയും നമുക്ക് മനസ്സിലാകുന്ന ദൈവ സാദൃശ്യത്തിലേക്ക് ദൈവത്തെ പോലെ ആകുവാനുള്ള ഒരു യാത്ര. അപ്പൊ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു തീർത്ഥാടനമാണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ പിൽഗ്രിമേജ് എന്നാണ് ഒരു ക്ലാസിക്കൽ ഡെഫിനിഷൻ. അപ്പൊ ഈ ഒരു പിൽഗ്രിമേജ് ആണെങ്കിൽ അതിന് വേണ്ടിയത് എന്താ? ഒരു യാത്രക്ക് വേണ്ടിയത് വണ്ടിയില്ല, പ്രിപ്പറേഷനും വേണം. അതിനു മുമ്പ് തന്നെ വേണ്ടത്. നിങ്ങൾ നാട്ടിലോട്ട് പോവുകയാണെങ്കിൽ, അല്ല നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നാൽ എനിക്കൊരു ടിക്കറ്റ് വേണമെന്ന് പറയൂ? ഇല്ലല്ലോ. എന്താ ഒരുക്കത്തിന് മുമ്പ് പ്ലാന് എല്ലാത്തിനായി പ്ലാൻ ചെയ്യുന്നു. ഒരു ലക്ഷ്യം വേണം. അല്ല, ലക്ഷ്യമില്ലെങ്കിൽ ഇതൊന്നും നടക്കുകയുള്ളൂ. നിങ്ങളിപ്പോ നാട്ടിലോട്ട് പോകാന് കാലിഫോർണിയക്ക് ടിക്കറ്റ് എടുത്താൽ നാട്ടിലെത്തും? ഇല്ലല്ലോ. ഇപ്പൊ നമുക്ക് ടിക്കറ്റ് വേണം, ഒരുക്കം വേണമെങ്കിൽ എങ്ങോട്ട് പോകാനാ ഒരുങ്ങേണ്ടത്? ഞാൻ കഴിഞ്ഞ ആഴ്ച ഫിൻലൻഡിന് പോയി, അതിന്റെ മുമ്പത്തെ ആഴ്ച നാട്ടിൽ പോയി. ഒരേ ഒരുക്കം. നാട്ടിൽ നല്ല ചൂട് സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ വളരെ സന്തോഷമായിരുന്നു. കാര്യം വലിയ കുപ്പായങ്ങളൊന്നും എടുക്കണ്ട, 2 കുപ്പായം എടുത്തൊരു ഹാൻഡ് ബാഗ് കൊണ്ടുപോയി. അത് ഫിൻലൻഡിലോട്ട് പോകുന്നുണ്ടെ ഏതാണ്ട് നമ്മൾ ഇവിടെ ഫോള് തുടങ്ങുമ്പോൾ അവിടെ വിന്ററിന്റെ ആരംഭമാകുന്ന സ്ഥലത്താണ്. അപ്പൊ ഇത് രണ്ടും ഒരുക്കം ഒന്ന് പോരാ. അപ്പൊ ഇവിടെ ആദ്യം വേണ്ടിയതെന്തോ ലക്ഷ്യം. എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു ബോധമില്ലെങ്കിൽ നമ്മൾ പലരും വണ്ടി ഓടിക്കുന്നതായിരിക്കും. ഇത് എവിടെ എത്തുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പൊ ഈ GPS ഉള്ളതുകൊണ്ട് വേറൊരു കുഴപ്പമാണ്, ഇത് റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതം ഇങ്ങനെ ലക്ഷ്യം ഉണ്ടെന്നൊരു ബോധ്യമുണ്ട്, എന്നാൽ ലക്ഷ്യമൊട്ട് അറിയത്തില്ല. GPS ഇട്ട് ഡ്രൈവ് ചെയ്യുന്നവര് വഴി തെറ്റുമ്പോൾ ഇത് റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് എപ്പോഴെവിടെ എത്തുമെന്ന് ആർക്കും വലിയ ഉറപ്പില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഓർത്തഡോക്സ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. അത് ദൈവ സാദൃശ്യത്തിലേക്കുള്ള തീർത്ഥാടനമാണ്. അത് അവിടെ കടബാധ്യത തീർക്കാനല്ല, രോഗശാന്തിക്ക് വേണ്ടിയല്ല, എനിക്ക് വലിയ വീട് മേടിക്കാനല്ല. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതിനൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ലക്ഷ്യങ്ങൾ ഇതൊന്നുമല്ല. ഞാൻ 22 കൊല്ലം കഴിഞ്ഞു മെത്രാപ്പോലീത്തായിട്ട്. അതിനു മുമ്പ് 3 കൊല്ലം വൈദികനായിട്ടിരുന്നു. ഇതിനോടടുക്ക ആരും ഒരാൾ എന്നോട് പറഞ്ഞിട്ടില്ല ദൈവ സാദൃശ്യത്തിലേക്ക് എത്താൻ തിരുമേനി ആശാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എല്ലാരും വന്ന് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് നീഡ്സ്. നാട്ടിൽ പോകുന്നവർ പറയും കസ്റ്റംസുകാർ പിടിക്കാതിരിക്കാൻ പ്രാർത്ഥന. പിന്നെ ആ കാലം പോയി, അത് പഴയ പ്രാർത്ഥന. അല്ലെ, നാട്ടിൽ കാശുള്ളവർ പറയും ഡോളറിന്റെ വില കുറയാൻ, ഇവിടെ കാശുള്ളവർ പറയും ഡോളറിന്റെ വില കൂടാൻ. പന്ത് കളിക്കാൻ പോകുന്ന കൊച്ചു പറയും മഴ പെയ്യരുത്. കൃഷി ചെയ്യുന്നവൻ പറയും മഴ പെയ്യണമെന്ന്. ദൈവത്തിന്റെ ഗതികളെന്ന്. പക്ഷേ ഇവിടെയാണ് നമുക്ക് പറ്റുന്നത് ലക്ഷ്യം പാളുക. ലക്ഷ്യം പാളുന്നതോടുകൂടി എങ്ങോട്ടാണെന്ന് അറിയാതെ വരുമ്പം നമുക്ക് കിട്ടുന്ന വണ്ടികളൊക്കെ കയറാം. ഈ ടൂറിസ്റ്റായിട്ട് ഞാൻ ചില സമയത്ത് പോകുന്ന ലണ്ടനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സുഖമുള്ള പണിയാണ്. എനിക്കൊന്ന് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ഡേ പാസ് ഇല്ലേ സബ്വേയില്. അപ്പൊ ഒരു ദിവസത്തേക്ക് ഒരു പാസ് എടുക്കാം. ആദ്യം കാണുന്ന സബ്വേ വരുമ്പോൾ അതേ കയറുക. അത് എങ്ങോട്ട് പോയാലും നമുക്ക് വിരോധമൊന്നുമില്ല. കാരണം നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ, പുതിയ സ്ഥലം കാണുന്നു. അപ്പൊ ഇത് എവിടെയെങ്കിലും ചെല്ലും, അടുത്തടുത്ത് ഇറങ്ങി അപ്പുറത്തോട്ട് വേറൊന്ന് കാണും. 24 മണിക്കൂർ നേരത്തെ പാസ്സാണ്. 24 മണിക്കൂർ വരെ അത് അതിന്റെ വാലിഡിറ്റി കഴിയുന്ന വരെ നമുക്ക് എങ്ങോട്ട് വേണേലും യാത്ര ചെയ്യാം. ഇപ്പൊ പലപ്പോഴും നമ്മുടെ ജീവിതയാത്ര തന്നെ ഇങ്ങനെ കാണുന്ന വണ്ടിയിലൊക്കെ കയറും. ആരെങ്കിലും വന്നിട്ട് പറയുന്നുണ്ട് അവിടെ ഒരു വലിയ രോഗശാന്തികാരൻ വന്നിട്ടുണ്ട്. ഉടനെ എല്ലാവരും ഇപ്പൊ ഇവിടുത്തേക്കാളും കൂടുതൽ നാട്ടിലെ MC റോഡിൽ കൂടെ ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മുക്കിന് കാണാം അഭിഷേക രോഗശാന്തി ഋണബാധ്യത തീർക്കാനുള്ളത് വലിയ ഫ്ലെക്സും ഒക്കെ അടിച്ച് നിൽക്കുന്നു. ഇവിടെ ഒക്കെ പോകുന്ന പാർട്ടികൾ ഇതൊക്കെ നല്ല വിശ്വാസികളൊക്കെ. അപ്പം ഈ ഞാൻ നിങ്ങളുടെ വേദികളിൽ തന്നെ പണ്ട് പറഞ്ഞിട്ടുള്ള വെല്ലുവിളിച്ച് പറഞ്ഞ മാതിരിയാണ് ഗീവർഗീസാദായോടും പ്രാർത്ഥിക്കണം, പാമ്പനോടും പ്രാർത്ഥിക്കണം. കാരണം ഇത് ആരെ കൊണ്ടാണ് നമുക്ക് ഉപകാരം വരുന്നതെന്ന് അറിയാത്ത മട്ടിലാണ് നമ്മുടെ തീർത്ഥാടനം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ലക്ഷ്യം അറിയാതെ വരുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വിഭ്രാന്തിയാണ്. അപ്പം ഈ നിങ്ങൾ സ്ത്രീകളാകുമ്പോൾ കുറച്ചുകൂടെ അറിയാം, അപ്പനാബസാറിൽ പോവുകയാണോ നല്ലത്, പട്ടേലിൽ പോവുകയാണോ നല്ലത്. ഒരാൾ പറയും അപ്പനാബസാറിലെ തേങ്ങ മോശമാണ്, മക്കളുടെ പാലക നല്ലതാണ്. അപ്പൊ ഈ ലാഘവത്തോടു കൂടി ആത്മീയ ജീവിതത്തെ നമ്മൾ ഏത് കടയിൽ കയറിയാൽ ഏത് സാധനം കിട്ടും, ആ സാധനം മേടിച്ച് എൻ്റെ ജീവിതമാകുന്ന തീർത്ഥാടനം നടപ്പിലാക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് പലപ്പോഴും അത് ശരിയാ, ഒരു കടയിൽ ചെല്ലുന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന എന്തെങ്കിലും കിട്ടും. അത് ചിലപ്പോൾ മേടിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അത് പ്രശ്നമാണ്. ഇത് തന്നെ പലപ്പോഴും ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ അറിയുന്ന ഒരു വളരെ പ്രായമുള്ള ഒരു പെന്തിക്കോസ്തിലെ ഒരു ഉപദേശിയാണ്. ഭാര്യയ്ക്ക് സുഖമില്ലാതായി എന്നോട് വന്ന് തിരുമേനി, ഞങ്ങൾ സുഹൃത്തുക്കൾ വേറെ 1-2 പേരുണ്ട്, തിരുമേനി വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങൾ വളരെ അടുത്തുള്ള ഒരു ഇതാണ്. ശരി വരാമെന്ന് പറഞ്ഞു. ഞാൻ ഒരു പെന്തിക്കോസ് ഉപദേശിയുടെ വീട്ടിലേക്ക് പോവുകയാണല്ലോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഞാൻ സാധാരണ രീതിയിൽ ഇതുപോലെ ഒരു ഉപായിട്ട് പോലെ. അപ്പൊ എന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത് ഒരു CSI-കാരനായ ഒരു വ്യക്തിയാണ്. ഞങ്ങളൊക്കെ ഒരു കോമൺ ഫ്രണ്ടാണ്. അദ്ദേഹം പോകുന്ന വഴിക്ക് എന്നോട് പറഞ്ഞു, തിരുമേനി ഉപദേശി പറഞ്ഞിട്ടുണ്ട്, ഉപദേശിയുടെ ഭാര്യ പറയാ ഓർത്തഡോക്സ് രീതിയിലുള്ള ഒരു രോഗശാന്തിയിലുള്ള ഒരു പ്രാർത്ഥന. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഓർത്തഡോക്സ് ആകണം. ഈ വിട്ടുപോയ വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നാലേ ഇത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഈ കടയിൽ കയറുന്ന ലാഘവത്തിൽ പെന്തിക്കോസുകാർക്ക് ഓർത്തഡോക്സുകാരുടെ അടുത്ത് ഇവിടുത്തെ തൈലാഭിഷേകം നല്ല ചില പിള്ളേർ വന്നേച്ച് ചോദിക്കും. അവർ മറ്റു സഭകളിലൊക്കെ ആയിരിക്കും കല്യാണം നടത്തുന്നത്.
താലികെട്ടൊന്ന് നടത്തി തരാമോ? കിരീടം മഴ, അതൊരു നല്ല പ്രാർത്ഥനയാണ്. അതൊന്ന് നടത്തി. അപ്പൊ നമുക്ക് ഈ റീറ്റെയിൽ ഇല്ല. നമുക്ക് ഈ സാധനം നമ്മൾ നടത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു സുഹൃത്ത് ലൂതറിലെ ഒരു അച്ഛൻ വന്നേച്ചത് തന്നെ എന്നോട് ചോദിച്ചു. നമ്മുടെ ഒരു പെങ്കൊച്ചും മറ്റൊരു സഭയിൽ കിട്ടി പോവാണ്. ഈ അച്ഛൻ്റെ ഒരു കസിനാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, തിരുവേനി ഇതൊന്നും നടത്തി കൊടുക്കാൻ എന്നാ മാർഗമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എളുപ്പമുള്ള ഒരു മാർഗമുണ്ട്. ഇയാളുടെ സഭയിൽ ഇത് അനുവദിക്കും. ഞാൻ വേണമെങ്കിൽ ഇത് ചെയ്യുന്ന എങ്ങനെയാന്ന് പഠിപ്പിച്ചു തരാം, താൻ പോയി ചെയ്തോളാം. അതെ, ഞാനിത് പറഞ്ഞത് അവരെന്തു ആയിക്കോട്ടെ, ഈ നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലാതെ ഈ അന്യസഭയിൽ കൂടി വിവാഹിതയായ കുട്ടിയെ അവഹേളിക്കാനോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. അവരുടെ ജീവിതം അവരെന്തുമായി തീരട്ടെ. അത് അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള ഒരു നൽവരവാണ്. ടു ചൂസ് വാട്ട് ദേ വാണ്ട്, വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്. പാപം ചെയ്യാനുള്ള അവസരം ദൈവം തന്നില്ലായിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. നമുക്ക് ഈ മൃഗങ്ങളെ പോലെ അങ്ങ് ജീവിച്ചു പോയാൽ മതി. പക്ഷെ അത് അവിടെ വിടും. ഈ ഒരു ലക്ഷ്യബോധം എന്നുള്ളതും ആ ലക്ഷ്യത്തിൽ നിന്ന് മാറാതിരിക്കാനുള്ള ഒരു ഉത്കടമായ ആഗ്രഹം. ഈ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട്, നമുക്ക് ഇടം വരെ ഒക്കെ നോക്കി പോകാം, റിലാക്സ്ഡ് ആയിട്ട് പോകാം, എൻജോയ് ചെയ്ത് പോകാം. അവിടെ എൻജോയ് ചെയ്ത് പോകുമ്പോഴുള്ള കുഴപ്പമില്ല, ഉദ്ദേശിച്ച സമയത്ത് അവിടെ എത്തുക. അതേസമയം വളരെ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്, പെട്ടെന്ന് അവിടെ എത്തും. പക്ഷെ നമുക്കാർക്കും പെട്ടെന്ന് തന്നെ ചെയ്യണം. ആരെ ഇപ്പൊ ഇവിടെ പെട്ടെന്ന് ഈ ജീവിതം അവസാനിച്ച് ദൈവസന്നിധിയിൽ എത്തണമെന്ന് ആഗ്രഹമുള്ളവർ വളരെ കുറവാണ്. ഞാൻ ഇന്നലെ ഒരു ശവടത്തിന് പോയ വഴിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാര് പറഞ്ഞൊരു കമന്റാണ്, എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും, സമയമാകുമ്പോൾ പോവുകയും വേണ്ട. ഈ ലക്ഷ്യബോധം ആദ്യമായിട്ട് വേണം. അതുകൊണ്ടാണ് ഈ തെയോസിസ് എന്ന പദം തന്നെ ദൈവ സാദൃശ്യത്തിലേക്കുള്ള ആ തീർത്ഥാടനം. അടുത്തത് കൗദാശിക ജീവിതമാണ്. ഈ വളരെ എളുപ്പത്തിൽ നമുക്ക് 7 കൂദാശകൾ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ പറയുമെങ്കിലും അതൊരു ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ശക്തമായ ഒരു നിലപാടല്ല. ഈ കൂദാശകളുടെ എണ്ണം പരിമിതിപ്പെടുത്തിക്കൊണ്ട് ഇത് പടിപടിയായിട്ട് 1 തൊട്ട് 7 വരെ ചെയ്ത് തീർക്കുക എന്നുള്ളത്. അത് ഈ കത്തോലിക്ക സഭ തന്നെ കൗൺസിൽ ഓഫ് ട്രെന്റ് ആണ് എൻ്റെ ഓർമ്മ. ഈ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിനോട് പ്രതികരിക്കാൻ വേണ്ടി ലൂതർ 2 കൂദാശകളുണ്ട് എന്ന് പറഞ്ഞതിനെ പ്രതികരിക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രതികരണമാണ് 7 എന്നുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, പൗരസ്ത്യ സഭകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കൂദാശകളാണെങ്കിലും ഒരു സാക്രമെന്റൽ ലൈഫിനാണ് പ്രാധാന്യം. അപ്പൊ ജീവിതം തന്നെ ഒരു കൂദാശയായിട്ട് മാറ്റിയെടുക്കുക. എന്നാൽ അതിനകത്ത് ഈ കൗദാശിക ജീവിതം, അപ്പം ദൈവ സാദൃശ്യത്തിലേക്കുള്ള തീർത്ഥാടനത്തിന്റെ ഒരു വഴിയാണ് ഈ കൗദാശിക ജീവിതം. അപ്പൊ ആ വഴി എന്ന് പറയുന്നത്, നമ്മള് ഇവിടുന്ന് വാഷിംഗ്ടൺ പോകുമ്പം ടേൺ ബൈക്കിലുണ്ട്, ഡെലവേറിലുണ്ട്, റെസ്റ്റ് ഏരിയ എന്ന് പറയുന്ന കുറെ റെസ്റ്റ് ഏരിയ ആണ്. ഇതിനുള്ള ചില ഗൈഡ് പോസ്റ്റുകളാണ്. ഇതിനകത്തെ ഒരു ഘടകം മാത്രമാണ്. അപ്പൊ ഒരു ലക്ഷ്യബോധവും ലക്ഷ്യബോധം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കടന്നു പോകുവാനുള്ള ഒരു വഴിയും അതിനുള്ള മാർഗരേഖയും കൗദാശിക ജീവിതത്തിൽ തരുന്നുണ്ട്. അപ്പൊ ഈ കൗദാശിക ജീവിതത്തിൽ തന്നെ നമ്മൾ ഈ 7 എന്നുള്ള സംജ്ഞയിൽ നിൽക്കുമ്പോഴും ഈ അൺലിമിറ്റഡ് സാക്രമെന്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഇനീസിയേഷൻ പോയിന്റ് ഉള്ളത്. യാത്ര എവിടുന്നാണ് ആരംഭിക്കുന്നത്? എവിടുന്നാണ്? മാമോദീസായ. വിശുദ്ധ മാമോദീസായിലൂടെ ഈ യാത്ര ആരംഭിക്കുക. മാമോദീസായിക്ക് നമ്മൾ ഈ സാരിയൊക്കെ നല്ലതൊക്കെ തിരഞ്ഞെടുത്തോണ്ട് എത്ര പേരാണ് ഈ ശുശ്രൂഷ ശ്രദ്ധിക്കാറ്? വളരെ അപൂർവം. ഞാൻ ഈ പറയാൻ നിങ്ങൾ ആരും ഇല്ലെന്നല്ല പറഞ്ഞ, കുറച്ച് പേരുണ്ട്. കുറച്ച് പേര് ഈയിടെ എന്റെ സഹോദരന് ഒരു മാമോദീസ എഴുന്നേച്ചതിനോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ചൈൽഡിന്റെ മാമോദീസയാണ്, അദ്ദേഹം തലതൊട്ട് ആയതുകൊണ്ട് തലത്ത് നിൽക്കേണ്ടി വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതൊക്കെ വളരെ
മാമോദീസായ്ക്ക് പോകും. അത് മാമോദീസായ്ക്ക് പോകുന്ന നാട്ടുകാരോട് രോഗിയൊക്കെ പറഞ്ഞു പുറത്തിങ്ങനെ. ഇത് നമ്മുടെ രീതി. കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല പോകുന്നത്, നമ്മൾ പ്രാർത്ഥിക്കാനല്ല പോകുന്നത്, അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാനല്ല പോകുന്നത്. ഒരു കൂട്ടർ വിളിച്ചു, അപ്പൊ നമ്മൾ വിളിച്ചവരെ ബോധിപ്പിക്കാനാണ് നമ്മൾ അവിടെ പോകുന്നത്. ഇപ്പൊ ചിലരുണ്ട് വിളിച്ചിടത്ത് എന്താ അവധിയുള്ള സമയമില്ലെങ്കിൽ ഈ വിളിച്ച വ്യക്തികളെ ഒന്ന് തല കാണിച്ചിട്ട് സ്ഥലം വിടും. കാരണം ഇച്ചിരി ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ പിന്നെ അവർ വന്നോ ഇല്ലോ എന്ന് ഇവർ അറിയത്തുമില്ല. അപ്പൊ പള്ളിയിലേക്ക് അകത്ത് പോലും കയറാതെ പുറത്തോടെ പോയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഈ അനുഷ്ഠാനത്തിലൊരു പ്രശ്നം സംഭവിച്ചു. ഈ മാമോദീസ സഭയുടെ കൂദാശയം ഊണ് കൊടുക്കുന്ന വീട്ടുകാരെ ഈ സഭയിലേക്ക് ഒരു കുഞ്ഞിനെ സ്വീകരിക്കുക, അല്ലാതെ അപ്പനും അമ്മയും കൊണ്ടുവന്നിട്ട് അച്ഛാ ഈ പൂച്ചക്കുട്ടിയെ മുക്കിത്താന്ന് പറയുന്ന ഒരു കൊച്ചിനെ കൈ കൊണ്ട് തന്നേച്ചാൽ ഈ മുക്കിത്താന്ന് പറയുന്ന ഒരു രീതിയാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഈ മാമോദീസയ്ക്ക് ഇനിയെങ്കിലും പോകുമ്പോൾ ഈ പാട്ടും ഇതിലെ പ്രാർത്ഥനകളും വളരെ അർത്ഥവത്തായ പ്രാർത്ഥനകളും ആ പാട്ടുകളും അത് ഈ കേട്ട് കഴിഞ്ഞാൽ ഇമോഷണൽ ആകാതെ ഇരിക്കാൻ പറ്റില്ല. കാര്യം അതുപോലെ ഗൗരവമായിട്ട് സഭ എടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ തങ്കക്കുഞ്ഞാടിനെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ കൊടുക്കുന്ന എംപവർമെന്റ്, എന്തൊക്കെ അധികാരങ്ങളും ശക്തിയുമാണ് ഈ കുഞ്ഞിന് കൊടുക്കുന്നത്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം മാമോദീസയെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതിലൊന്ന്, ഈ മാമോദീസ മുക്കുന്ന ശുശ്രൂഷ ഈ കൊച്ചിന്റെ മുഖം ഊതുന്ന ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടായിരിക്കില്ല. അച്ഛൻ പല്ല് തേച്ചിട്ടുണ്ടോ എന്നൊക്കെ അച്ഛന്റെ ബാറ്ററത്തെ അങ്ങനെ ഈ കൊച്ചു കിട്ടി കൊച്ചിന് ബോധക്കേട് വരുമോ? ഇത് ആ പ്രാർത്ഥന നിന്റെ ഏകപുത്രൻ വിശുദ്ധ ശിഷ്യന്മാരിൽ ഊതിയതായ ദൈവിക ശ്വാസം കർത്താവെ ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് നൽകണം. ഈ സഭയുടെ പഠിപ്പിക്കലില് അപ്പസ്തോലിക പാരമ്പര്യം എന്ന് പറഞ്ഞാല് പൗരോഹിത്യ പാരമ്പര്യം. ഈ ഒരു കുഞ്ഞിനെ ഇത് നിങ്ങൾ പിന്നെ വേറൊരു ശുശ്രൂഷയിലെ ഈ ഊത്ത് കാണുന്നുള്ളൂ. എവിടെ നിങ്ങൾ കണ്ടിട്ടുള്ളവർ വട്ടംകുട കണ്ടിട്ടുള്ള കശീശ വട്ടംകുട കണ്ടിട്ടുള്ളവർ അവിടെയാണ് ഇത് ഊതുന്നത്. ഈ ഏവൻഗേലിയൻ വായിച്ചുകൊണ്ട് ഇത് ഊതുന്നത് ഇവിടെ. അപ്പൊ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഒരു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് ഈ കുഞ്ഞിനെ ഇങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോൾ he or she is empowered to achieve anything. ഞാൻ സ്ത്രീ പൗരോഹിത്യത്തിന്റെ ചർച്ചയിലേക്ക് ഞാൻ വരുന്നില്ല, ആരും അതേക്ക് ഒരു കൊണ്ടണ്ട. That's not in our scope. ഇപ്പൊ ഒരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ ക്രിസ്തു കുഞ്ഞാകണമെന്നില്ല, വിശുദ്ധ സഭയിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയെയും സഭ സ്വീകരിക്കുന്നത് പൂർണ്ണമായും ഇതിന്റെ ഔന്നത്യങ്ങളിൽ എത്തുവാനുള്ള സാധ്യതകളോടുകൂടിയാണ്. അപ്പോഴ് ഈ പൗരോഹിത്യത്തിലുപരിയായിട്ട് ഇവർക്കിവിടെ എത്താൻ സാധിക്കേണ്ടി എന്തോ അച്ഛനോ മെത്രാച്ചനോ ആകുക എന്നുള്ളതിനുപരി ദൈവ സാദൃശ്യത്തിലേക്ക് ഉയരുവാനുള്ള ഈ കുഞ്ഞിനെ നമ്മൾ, അല്ലെങ്കിൽ ഈ പുരുഷനെ സ്ത്രീയെ പ്രായപൂർത്തിയായവരെങ്കിൽ പ്രായപൂർത്തിയായവർ അവരെ സ്വീകരിച്ച് ഇങ്ങനെ എടുക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇത് സഭയുടെ കൂദാശയാണ്. എന്താ ആദിമസഭയിൽ ഇത് ഈസ്റ്ററിന് മെത്രാപ്പോലീത്ത മാത്രം ഒരു ആൾക്കൂട്ടത്തെ ആ വർഷം മാമോദീസ മുങ്ങാനുള്ള എല്ലാവരെയും കൂടെ ഒന്നിച്ച് സഭയിൽ ചേർക്കുന്ന സഭയുടെ ഒരു വലിയ ചടങ്ങായിരുന്നു ഇത്. ആളുകളുടെ എണ്ണം കൂടി. ഇപ്പൊ ആളുകളുടെ എണ്ണം കൊണ്ടൊന്നുമല്ല, വീട്ടുകാർക്ക് ഓരോ വീട്ടുകാർക്ക് അവരുടെ രീതിയിൽ ഇന്നിപ്പോ ഒരു കല്യാണം നടത്തുന്നതായ കോലാഹലത്തോടുകൂടി ആഘോഷം ഈവൻ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. ഇപ്പൊ ഒരു മാമോദീസ നടത്തുവാൻ നിങ്ങളെ പോലും വെല്ലുവിളിക്കുക, ഏറ്റവും കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ആ ശുശ്രൂഷയെ കുറിച്ചുള്ള കാര്യത്തിലായിരുന്നു. മെനു നിശ്ചയിക്കും, കൊച്ചിന്റെ ബാപ്റ്റിസ്മൽ ഗൗൺ എന്താണെന്ന് നിശ്ചയിക്കും, അപ്പന്റെ അമ്മയുടെ വേഷം നിശ്ചയിക്കും, ചെരുപ്പ് തൊട്ട് എല്ലാം നിശ്ചയിക്കും. എന്നാൽ ഈ പ്രാർത്ഥനകളെ കുറിച്ച് അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത് എങ്ങനെയാണ്, ഈ സ്വീകരിക്കുന്ന ആളെ നമ്മൾ ഒരുക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ അത് അച്ഛൻ അറിയാമല്ലോ. ഈ കൊച്ചിനെ ഞാൻ കൊണ്ടു കൊടുത്ത അച്ഛൻ വെള്ളത്തിൽ മുക്കി തിരിച്ചു തരും.
നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു തമാശ ആണെങ്കിൽ ഞാൻ എത്ര ലാഘവത്തോടു കൂടിയാണ് മാമോദീസായെ നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു തമാശ പറയും. ഒരച്ഛന് ഒരു വേലക്കാരനുണ്ടായിരുന്നു, ഹിന്ദുവായിരുന്നു. അച്ഛൻ ഇങ്ങനെ കുറെ കാലമായിട്ട് അച്ഛനായിട്ട് വിചാരിച്ചിട്ട് ആരെ ഇതുവരെ ക്രിസ്ത്യാനിയാക്കാൻ സാധിച്ചിട്ടില്ല. അച്ഛൻ അവസാനം വിചാരിച്ചത് നമ്മുടെ വേലക്കാരൻ നാരായണനെ പിടിച്ചിനി അങ്ങ് മാമോദീസ. അവരാണെങ്കിൽ ഗതികേട് കൊണ്ട് അച്ഛൻ പറയുന്നതിന് എതിർക്കാൻ പറ്റും. അപ്പം പറയും, നാരായണ അടുത്ത ആഴ്ച നിന്നെ ഞാൻ ക്രിസ്ത്യാനിയാക്കുക. നാരായണൻ ചോദിച്ചാൽ അതെങ്ങനെ അടുത്ത ആഴ്ച ഞാൻ ക്രിസ്ത്യാനിയാകുന്നത്? ഞാൻ നായരല്ലോ. അടുത്ത ആഴ്ച അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ എന്നാ ചെയ്യേണ്ടത്? നീ അവിടെ വന്ന് നിൽക്കണം, ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും. അപ്പൊ നിന്റെ പേര് നാരായണൻ എന്നുള്ളത് ഞാൻ മത്തായിയാണ്, അതുകൊണ്ട് നാളെ തൊട്ട് നീ ക്രിസ്ത്യാനിയാണ്. അപ്പം ഓക്കെ, നീ ഇപ്പൊ അച്ഛൻ പറഞ്ഞതല്ലേ, നാരായണൻ ഇത് കേട്ടു. അങ്ങനെ നാരായണൻ ക്രിസ്ത്യാനിയായി. അങ്ങനെ ക്രിസ്ത്യാനിയായി കഴിഞ്ഞതിന്റെ ബാധ്യതകൾ ഓരോന്നോരോന്നായിട്ടാണ് നാരായണന് മനസ്സിലായി തുടങ്ങിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ നോയമ്പ് വന്ന നാരായണനോട് അച്ഛൻ പറഞ്ഞു, ഇനി 50 ദിവസത്തേക്ക് ഇറച്ചി മീൻ നീ കൂട്ടരുത്. നാരായണന് വലിയ ബുദ്ധിമുട്ടായി. ഒരു ദിവസം അച്ഛൻ തിരിച്ചു കയറി വന്നിട്ടുണ്ടെങ്കിൽ അച്ഛന് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാരായണൻ നമ്മുടെ കാര്യമായിട്ട് മീനും ഒക്കെ കൂട്ടി ചോറുണ്ട്. എന്നാ നാരായണ അല്ല മത്തായി, നിനക്ക് അറിയരുതോ ഇത് നോയമ്പാന്ന്? അച്ഛാ ഇത് പാവയ്ക്കാണ്. അതെങ്ങനെ പാവയ്ക്ക? ഞാനിത് വെള്ളം കുടിച്ചേച്ച് പറഞ്ഞു, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നീ പാവയ്ക്കാണ്. ഇത് കേട്ടപ്പോ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത ഒരു തമാശ. പലരും മാമോദീസയെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്ന ഇങ്ങനൊരു പരിപാടി, പ്രത്യേകിച്ച് വിവാഹത്തിന്റെ കോണ്ടെക്സ്റ്റ്. എവിടെന്തെങ്കിലും നമ്മുടെ പിള്ളേർ ആരെങ്കിലും ഒക്കെ പോയി പ്രേമിച്ചേച്ച് ഒരാളെ കൊണ്ട് വരും. വിശ്വാസവും പഠിക്കണ്ട, ഒന്നും വേണ്ട, ഇവനോ അല്ലെങ്കിൽ ഇവൾക്കോ നിന്ന് തരും. ഈ അറക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടെന്ന് പറയുന്നത് ഈ ചെറുക്കൻ വന്ന് പിന്നെ അവനെ കാണത്തില്ല, അല്ലെങ്കിൽ അവളെ. ചിലരുണ്ട് കേട്ടോ വളരെ ഗൗരവമായിട്ട് ഈ വിശ്വാസം എടുക്കുകയും ഈ കെട്ടിക്കൊണ്ടുവന്ന ചെറുക്കോ പെണ്ണോ ആയിക്കോട്ടെ അവരെക്കാളും വളരെ ഗൗരവമായിട്ട് ഇതെടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ തള്ളിക്കൊണ്ട് അല്ലേ. ഇതിൽ നിന്ന് മാറി മാമോദീസ തൊട്ടുള്ള ഈ യാത്ര നമ്മൾ ആരംഭിക്കണം. അത് പ്രത്യേകിച്ച് നമ്മുടെ സഭ പോലുള്ള സഭയുടെ പാരമ്പര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു നമ്മൾ മിക്കവാറും മാമോദീസ മുക്കി നിങ്ങൾ വീട്ടുകാർ കൊണ്ടുവന്ന് ഞങ്ങൾ മുക്കി തിരിച്ചു കേൾപ്പിക്കുന്ന ഈ കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ നമുക്ക് നല്ല ഉത്സാഹമാണ് അല്ലേ? എന്തോരം കേരളത്തിലൊക്കെ സാഹചര്യത്തിലാണ് സ്കൂൾ വളരെ സെലക്ട് ചെയ്തത്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ലോക്കൽ സ്കൂൾസും ഒക്കെ എനിക്ക് അല്ല പ്രൈവറ്റ് സ്കൂളിലാണ് വിടുന്നതെങ്കിൽ എന്തോരം സെലക്ട് ചെയ്താണ് നിങ്ങൾ ഒരു സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് വളരെ സെലക്ട് ചെയ്ത് അത് കൊച്ചിന്റെ ഭക്ഷണം വളരെ ക്രമീകരിച്ചാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഇങ്ങനെ അത് വസ്ത്രമാണെങ്കിൽ എല്ലാ കാര്യത്തിലും വളരെ താല്പര്യപൂർവ്വം നിങ്ങൾ കൊണ്ടുപോകണം. ഇന്ന് ഈ കൊച്ചിന്റെ ആത്മീയ കാര്യത്തിൽ ഇത്രയും ഉപേക്ഷ വിചാരിക്കുന്ന ഒരു സംഭവം വിളിച്ച് പള്ളിയിലൊക്കെ കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് ഈ പള്ളി കൊണ്ടുവന്നു കഴിഞ്ഞാല് അച്ഛന്റെ പള്ളിയിൽ കൊടുത്തേ. ഒരു ആമ്പിള്ളേരാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ 12 വയസ്സ് നിർബന്ധം പിടിക്കുന്നതുകൊണ്ട് 12 വരെ താഴെ നിർത്തുക, അല്ലെങ്കിൽ ഒരു ഒറ്റ ഉണ്ടാവും മൊബൈലോട്. പിന്നെ അവിടെ കിടന്നാണ് അവന്റെ ഈ ബേബി സിറ്റിങ്ങിന് വിടുന്ന ജാഗ്രത. പെൺപിള്ളേരാണെങ്കിൽ അതുങ്ങളെ അതിനോട്ട് വിടാൻ പറ്റാത്തത് കൊണ്ട് അതിന്റെ ഗതികളിൽ അതുങ്ങളെ പിന്നെ കൊയറായി ഇങ്ങനായി പാടാൻ അറിയില്ലെങ്കിലും കൊച്ചിനെ പിടിച്ച് കൊയറാക്കും. കൊച്ചിനും പാടണമെന്നില്ല, കൊച്ചിന്റെ പാട്ടോട് കൊള്ളത്തുമില്ല. അവസാനം ഇത് പള്ളി ബഹളമായി. എന്നാൽ ഒരിക്കലെങ്കിലും ആ ഒരു രീതിയിൽ ഉപരിയായിട്ട് വളരെ ഗൗരവപൂർവ്വം ഈ ഒരു തീർത്ഥാടന ലക്ഷ്യമാണ് ഞങ്ങളുടെ യാത്രയുടെ പ്രയാണം, ഞങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം. ഈ ഒരു അർത്ഥത്തിൽ ഈ മാമോദീസ തൊട്ട് കൊച്ചിനെ വളർത്തി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം, അങ്ങനെ വളർത്തുന്നതില് ഇപ്പൊ നമുക്ക് വലിയ കുഴപ്പമില്ലെങ്കിലും വളരെയധികം പിള്ളേർ കൈവിട്ടു പോകുന്നു. അത് ഈ വില 2% 3% മാറും. അത് കർത്താവ് പോലും 12 തെരഞ്ഞെടുത്തതിൽ 12-ൽ 1 പോയി. അപ്പം ശതമാനം വളരെ കൂടുതലാണ് അവിടെ പോലും. പക്ഷെ അത് ഈ ഗൗരവം ഇല്ലാതെ വരികയും ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പൊ ഇന്നാളൊരു പള്ളി ചെന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, എന്റെ ടൗൺ ഹോൾ മീറ്റിംഗിൽ ഉണ്ടാകുന്ന ചില ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻസ് ഉണ്ട്. തിരുമേനി പേരൻസ് പിള്ളേരെ സൺഡേ സ്കൂളിൽ വിടുന്നില്ല.
പിള്ളേർ നന്നാകണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ ചെയ്യും? ഇപ്പൊ എനിക്ക് ചെയ്യാവുന്നതല്ല. സൺഡേ സ്കൂൾ ശരിക്കല്ല നടക്കുന്നതെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അച്ഛന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി പറയാം, സൺഡേ സ്കൂൾ നടത്തും, നന്നായിട്ട് നടത്തും, MGOCSM മീറ്റിംഗ് നടത്തും. ഇപ്പൊ പിള്ളേർ പറയുന്ന MGOCSM മീറ്റിങ്ങിന് അവര് വീട്ടിൽ ചെന്ന് വിളിച്ചുകൊണ്ട് വന്ന് മീറ്റിംഗ് കൊണ്ടുവന്ന് വെച്ച് തിരിച്ചു കൊണ്ടുവന്ന് വിടാമെന്ന് പറഞ്ഞാൽ പോലും പേരൻസ് വിടുക. പേരൻസിന്റെ വിചാരം പിള്ളേർ അവരുടെ കൊണ്ടാണ്, പിള്ളേർ അവരെക്കാളും ഭേദമാണെന്ന് അവർക്ക് അറിയില്ല. അല്ലെങ്കിൽ അവരാലോചിക്കുന്നത് ഞങ്ങൾ കൊച്ചിലെ പള്ളിയിലെന്നൊക്കെ പറഞ്ഞ് യൂത്ത് മീറ്റിങ്ങിനൊക്കെ പോയിട്ട് ഓരോ കുസൃതി കാണിക്കുമായിരുന്നു. അപ്പൊ ഇവന്മാരും അതുപോലൊക്കെ പോയി കാണിക്കുമെന്ന് പേടിച്ചാണ് നമ്മൾ വിടാതിരിക്കുന്നത്. പിള്ളേരെങ്കിലും ഭേദം, ഇവർക്ക് കുസൃതി കാണിക്കണമെങ്കിൽ പള്ളിയിൽ നിന്ന് പറഞ്ഞ് പോകണം, അവർക്ക് മാത്രം. ഇത് ഈ സാക്രമെന്റൽ ലൈഫിന്റെ ഒരു അടിസ്ഥാന ഘടകം. ഞാൻ മനഃപൂർവ്വമാണ് ഇതിന്റെ ബാപ്റ്റിസം എന്നാൽ എന്താണെന്നോ അതിന്റെ ദൈവശാസ്ത്രത്തിലേക്ക് കടക്കാതിരിക്കും. കാരണം അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അത് നിങ്ങൾ കുറിപ്പൊക്കെ എടുത്ത് തിരുമേനയുടെ നല്ല പ്രസംഗമാണെന്ന്. എനിക്ക് വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ കൗതാശിക ജീവിതത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. അച്ഛന്മാരുടെ ട്യൂൺ ശരിയാക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ പറ്റിയില്ല. അപ്പൊ നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞത് മാമോദീസയുടെ പാട്ട് പാടേണ്ട നിറം ഇന്നതാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിലുപരി വട്ടാപ്പി പോയിട്ട് അതുപോലെ തന്നെ മാമോദീസയിലൂടെ ലഭിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിന്റെ മറ്റൊരു ഘടകം പിള്ളേരെ പഠിപ്പിക്കുന്നില്ലെന്നുള്ളത് തന്നെയല്ല, പിള്ളേർ കാണുന്നതല്ല മാമോദീസ മുങ്ങിയത് അതിന്റെ അപ്പനും അമ്മയും അല്ലേ? അവര് ജീവിക്കുന്ന പോലെ ഞാൻ ജീവിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും. ഇപ്പൊ എന്റെ ബാർ വളരെ ലോയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പാകെ കൗതാശിക ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട്. സന്ധ്യ എന്ന വേദോത്സവം പോയി വായിക്കട എന്ന് പറയാതെ come let us pray, let us read Bible together. ഇത് സാധിക്കണം. അത് പണ്ടുണ്ടായിരുന്നെങ്കിൽ എന്നൊന്നും പറയാനല്ല ഞാൻ വരുന്നത്. നമ്മുടെ വല്യമ്മമാർക്ക് സാധിച്ചു. ടൈം ഹാസ് ചേഞ്ച്. എനിക്കറിയാം, മേപ്രായിലോ ഇടുക്കിയിലോ മലബാറിലോ ജീവിച്ചിരുന്ന എൻ്റെ അപ്പൻ്റെ അമ്മയുടെ സാഹചര്യമല്ല ന്യൂയോർക്കിൽ ജീവിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വാഷിംഗ്ടണിൽ അല്ലെങ്കിൽ ഒരു ജോലിയോ 2 ജോലിയോ അല്ലെങ്കിൽ ഷിഫ്റ്റിനെ കുറിച്ചൊക്കെ ഈ റിയാലിറ്റീസ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റീസ് നമ്മൾ നിശ്ചയിക്കേണ്ടിയിരിക്കും. വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ഐ വാണ്ട്? ആ പ്രയോറിറ്റി നിശ്ചയിക്കുമ്പോഴാണ് ഈ ലക്ഷ്യബോധത്തോടുകൂടി ഈ പ്രയാണം, ഈ ഡിസ്ട്രാക്ഷൻസ് വരായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഫോക്കസ് ഇപ്പൊ നമുക്ക് പറ്റുന്നതല്ല. നമ്മള് ഒരു കൊച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ ശ്രമിക്കുന്നത് ഏറ്റവും നല്ല ജോലി കിട്ടുന്ന ഒരു ഏരിയയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ജോലി, നല്ല ജോലിയുടെ ഡെഫിനേഷൻ എന്നാ? നല്ല ശമ്പളം അല്ലേ? അല്ലാതെ ഒരു ആത്മസംതൃപ്തി ഉണ്ടാകുന്ന ജോലിയാണോ? ലോകത്തിന് നന്മ വരുത്തുന്ന ജോലിയാണോ? ഇനി ഇവൻ അല്ലെങ്കിൽ ഇവൾക്ക് അവർക്ക് തന്നെ ഒരു സന്തോഷം കൊടുക്കുന്ന ജോലിയാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. അതിനൊരു കാരണമുണ്ട്. നിങ്ങളിൽ പലരും തന്നെ ജോലി സെലക്ട് ചെയ്ത സമയത്ത് ഒരു കരിയർ ഓറിയന്റഡ് ആയിട്ടാണ് തിരഞ്ഞെടുത്തത്. പലരും, എല്ലാവരെയും കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല, പലരും. പക്ഷെ അന്നത്തെ ജീവിത സാഹചര്യം അല്ലത്. അപ്പൊ അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. അപ്പം ഈ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന ഈ കുഞ്ഞ് അതിന്റെ പൂർണ്ണതയിലേക്ക് വളരുവാനുള്ള സാധ്യതയോടുകൂടി അതിന്റെ ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്. ഞാനിത് പേരൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇതിന്റെ ഫെയിലിയർ സഭയിലും ഒക്കെ ഉണ്ട്. നമ്മുടെ ഇടവ പൊതുയോഗത്തിൽ ഉണ്ടാകുന്ന കോലാഹലവും ഒക്കെ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് കുഞ്ഞുങ്ങളുടെ എന്നല്ല, പലരും പള്ളിയിൽ നിന്ന് തന്നെ മുതിർന്നവർ പോലും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പലപ്പോഴും അവർ ചിലപ്പം സഭ വിട്ടുപോകുന്നില്ലായിരിക്കും, പക്ഷേ ഇൻഡിഫറൻ്റ് ആകാതെ സഭാ ജീവിതത്തെ എപ്പോഴും നമ്മൾ പറയുന്ന ഉത്തരവാദിത്വം. ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സ്ഥിരം പല്ലവിയാണ്, ഈ അച്ഛനൊന്ന് മാറിയാൽ നന്നാവും. മലയാളത്തിൻ്റെ പ്രയോഗമുണ്ട്, തൊഴുത്ത് മാറ്റി കെട്ടിയ പശു പ്രസവിക്കും. ഈ നമ്മുടെ ജീവിതം നന്നാകത്തോളം അല്ല, അച്ഛനല്ല ഉടയമ്പുരാൻ നേരിട്ട് വന്നാലും കർത്താവ് നേരിട്ട് വന്നിട്ട് നന്നാക്കാൻ വന്നിട്ട് എന്നാ കിട്ടിയ അനുഭവം ഇതിലൊരു. അതേസമയം ഈ ഇടവകയും അച്ഛനും കൂടെ ഒന്നായിട്ട് നന്നായാലേ ഇനി അച്ഛന്മാരും മെത്രാച്ചന്മാരും ജനങ്ങളും ഒന്നായിട്ട് നന്നായെങ്കിലേ മെത്രാസനം നന്നാകും. ഇത് ഈ മെത്രാച്ചനെ മാറ്റിയോ അച്ഛനെ മാറ്റിയോ
നന്നല്ല. ഞാൻ ഒരു ഭദ്രാസനം പൊതുവെ പറഞ്ഞു, നിങ്ങളൊന്ന് മാറില്ല, അടുത്തടുത്ത് നല്ലൊരു അച്ഛനെ കണ്ടാൽ നിങ്ങൾ ആ പള്ളിയിലൊന്ന് പോയി നോക്കും, അങ്ങോട്ടൊരു മെമ്പർഷിപ്പ് മൂവ് ചെയ്തു. അപ്പോഴും ഇതേ പ്രശ്നമല്ലേ. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് പുതിയ വകുപ്പുകളാണ്, നിങ്ങളെ എടുക്കണോ, ഇതൊക്കെ അവരുടെ ചോദ്യങ്ങളാണ്. രണ്ടാമതായി മാമോദീസയുടെ ഒപ്പം നമുക്ക് തരുന്ന ഒരു കൂദാശയുണ്ട്, ഓർക്കുന്നുണ്ടോ? ഇത് കൂട്ടത്തിൽ പറയുന്നത് മൂറോൻ. ഈ മൂറോൻ എന്താ? ഒരു എണ്ണയില്ലേ, തൈലാഭിഷേകമല്ലേ? വകുപ്പ് മാറിപ്പോയി. അതൊരു തൈലം കൊണ്ടുള്ള അഭിഷേകമാണ്. അത് രോഗികളുടെ ഈ അഭിഷേകം എന്ന് പറയുന്ന ഒരു അനോയിന്റിങ് രാജാക്കന്മാർക്കും പൗരോഹിത്യത്തിനും അഹ്റോനും ഒക്കെ ഇതുണ്ട്. എങ്കിലും ഇവിടെ ഈ അനോയിന്റിങ്ങിനോടൊപ്പം തന്നെ ഈ പരിശുദ്ധാത്മ നൽകരണത്തിന്റെ ഒന്നാണത്. ഒന്ന് പഴയ കാലത്ത്, ഇത് ഒരു ലേറ്റർ ഡെവലപ്മെന്റും കൂടാണ് ഈ ഇതിന്റെ ലിറ്റേർജിക്കൽ ഡെവലപ്മെന്റ്. അല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, തിരുമേനി മെത്രാപ്പൊലീത്തായാണ് മാമോദീസ നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് പിന്നെ വൈദികരിലേക്ക് വന്നപ്പോൾ ഇതിന്റെ പൂർത്തീകരണം ഇപ്പോഴും വെസ്റ്റേൺ ചർച്ചിൽ, അതുകൊണ്ടാണ് CSI വെസ്റ്റേൺ റൈറ്റ് കാത്തലിക്സ് ബിഷപ്പ് കൺഫർമേഷൻ കൊടുക്കും. ഈ നമ്മുടെ സഭകളിലൊക്കെ ഈസ്റ്റേൺ റൈറ്റ്സിൽ അതിന് പകരം ക്രിസ്മേഷൻ, അത് നമ്മൾ മാമോദീസയുടെ ഒപ്പം പൂർണ്ണതയിലേക്ക് ഇതിനെ കൊണ്ടുവരികയാണ്. അതിൻ്റെ ആ ദൈവശാസ്ത്രത്തിനൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടി വരിക ഈ മൂറോൻ കുപ്പി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, നിങ്ങൾ ആരെങ്കിലും മാമോദീസയ്ക്ക് പോയി പ്രാർത്ഥനകൾ ശ്രദ്ധിക്കാറുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ഷൻ ഒക്കെ അടുത്ത്, ഇപ്പൊ ഇലക്ഷൻ ഡിബേറ്റ്സ് ആണല്ലോ, ഈ സമയത്തൊക്കെ ചിന്തിക്കേണ്ടി ഒരു പ്രാർത്ഥന. നിങ്ങളെ ഓർത്തിട്ടില്ലേ മൂറോൻ അഭിഷേകവും തെരഞ്ഞെടുപ്പും തമ്മിൽ എന്താ ബന്ധമൊന്നും? ഈ മൂറോൻ കുഞ്ഞിനെ അഭിഷേകം ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ അഭിഷേകം ചെയ്യുന്നതിനോടൊപ്പം ഇത് ഈ മൂറോൻ കുപ്പി കയ്യിലെടുത്ത് ആഘോഷിച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ഇത് കാർമികൻ പ്രാർത്ഥിക്കുന്നത്, മാമോദീസയുള്ള വിശ്വാസം മൂലം നിന്റെ ഭടന്മാരുടെ കൂട്ടത്തിൽ, ഭടന്മാരാണ് അല്ലാതെ വെറുതെ, ഭടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസൻ ദാസി പരിശുദ്ധാത്മ മുദ്രയും അടയാളവും നിന്റെ നാമത്തിൽ പ്രാപിക്കുമാറാകണം. മൂറോൻ തൈലത്താൽ ആത്മീയമായ സകലവിധ പരിമള വാസനകളാലും ഇവൻ അല്ലെങ്കിൽ ഇവൾ നിറയുകയും, അടുത്തത് വളരെ കൃത്യമാണ്, പ്രതികൂല സൈന്യങ്ങൾക്ക് കീഴടങ്ങാത്തവനോ കീഴടങ്ങാത്തവളായി തീരുകയും ചെയ്യും. ഇനി ഇവൻ അല്ലെങ്കിൽ ഇവൾ ദുഷ്പ്രഭുക്കളെയോ അന്ധകാര ശക്തികളെയോ ഭയപ്പെടുവാനിടയാകാതെ നിന്റെ തേജസ്സിൽ നടക്കുവാനിടയാകും. അതാണ് അത് നിങ്ങൾക്ക് ഇലക്ഷനുമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്യാൻ സാധിച്ചു. ദുഷ്പ്രഭുത്വത്തിനെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ് ക്രൈസ്തവ. അപ്പൊ നമ്മുടെ ഈ പിൽഗ്രിമേജ് ടു തിയോസിസിലെ ഒരു അടിസ്ഥാന ഘടകമാണ് ഈ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള നിലപാടുകൾ. ഇപ്പൊ ഇവിടെ ഈ കഴിഞ്ഞ ആഴ്ച ഡെമോക്രാറ്റിക് ഡിബേറ്റ് ഒക്കെ നടന്നപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നീതി ആരുടെ ഭാഗത്താണ്. സാമൂഹ്യ നീതി എന്ന് പറയുന്ന ഒരു ഇമ്പാർഷ്യൽ ജസ്റ്റിസ് ആണ്. സാമൂഹ്യ നീതി, ഒരു സോഷ്യൽ ജസ്റ്റിസ് ക്രൈസ്തവ ധർമ്മപ്രകാരം എവിടെ നിലനിൽക്കുന്നു. അത് ഏതെങ്കിലും ഒരു കൊച്ചു ഇഷ്യൂവിന്റെ മുകളിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഗേ റൈറ്റ്സിന് ഉപരിയായിട്ടൊരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ തന്നെ എടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇതിനു വേണ്ടിയാണ് നമ്മൾ കർത്താവിന്റെ ഭടനാണ്. വി ആർ സോൾജിയേഴ്സ് ഫോർ ക്രൈസ്റ്റ്. എവിടെയെങ്കിലും എല്ലാവരും പോയി വെട്ടിക്കൊല്ലാനല്ല, ടു ഫൈറ്റ് ഫോർ ദ സോഷ്യൽ ജസ്റ്റിസ്, ഒരു ജസ്റ്റ് കോസിന് വേണ്ടി പോരാടുന്ന വ്യക്തികളാണ്. അപ്പൊ ഇതിന് അന്ധകാര ശക്തികളെ ഒന്നും ഇവര് ഭയപ്പെടുകയല്ല. തുരുതുര ഐസിസ് വെട്ടിക്കൊല്ലുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്നത് തന്നെ, കുഞ്ഞു കുട്ടികൾ തൊട്ട് പറയുന്നുണ്ട്, ഐ എം നോട്ട് വില്ലിംഗ് ടു ഗിവ് അപ്പ് മൈ ഫെയ്ത്ത്. നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടാതിരിക്കട്ടെ. പക്ഷെ ആ പരീക്ഷകളിൽ പോലും അവിടെയാണ് ഈ മുദ്രീകരണത്തിന്റെ ശക്തി നമ്മൾ കാണുന്നത്. We are anointed to be soldiers of Christ so that we will not fear forces of darkness and evil lordship.
ഇതിന്റെ ഒക്കെ പൂർത്തീകരണമായിട്ട് സംഭവിക്കുന്നില്ല. 3 കൂദാശ ഒന്നിച്ചാണ് മാമോദീസായി നമ്മൾ സാധാരണ ചെയ്യാറ്. ബാക്കിയുള്ള പല സഭകളിലും ഇതിന് പിന്നെ കാലം കുറയല്ലോ. നമ്മൾ അന്ന് തന്നെ കൊച്ചിന് കുർബാന കൊടുത്തിട്ട് കുർബാന ഇനി അന്ന് കുർബാന ചൊല്ലുമ്പോഴല്ലെങ്കിൽ ഇത് എടുത്തു വെച്ചിട്ടാണേലും കൊച്ചു കുർബാന കൊടുത്തിട്ട് ഇത് നടത്തുള്ളൂ. അവിടെയും നിരന്തരമായ, അപ്പൊ തുടർന്നുള്ള ജീവിതത്തിൽ that is what sustains us. കുർബാനയുടെ ശക്തി ഏത് ക്രമത്തിലാണെന്ന് പറഞ്ഞില്ല. ഞാൻ നിന്നെ തിരുശരീരങ്ങൾ അനുഭവിക്കുന്നത് മൂലം നീ ഞങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായി തീർന്നു. അത് you have to be careful. ഈ കുർബാന അനുഭവത്തിലൂടെ we are transforming repeatedly ourselves or our body itself into the presence of Christ. തിരുശരീര രക്തങ്ങള് നമ്മളുടെ ഭക്ഷണമായി തീരുകയും ഭക്ഷണം ആത്യന്തികമായിട്ട് ശരീരത്തെ പോഷിപ്പിക്കുന്നതുമായി തീരുകയാണ്. അപ്പൊ നമ്മളെ പോഷിപ്പിക്കുന്ന നിരന്തരമായ കുർബാനയിലുള്ള പങ്കാളിത്തമാണ്. അപ്പൊ ഇത് ഈ കുർബാന അനുഭവിച്ചേച്ച് പോയിട്ട് പിന്നെ എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ ഓർക്കണം, നിരന്തരമായ ഈ അനുഭവം. ഇപ്പൊ ഇവിടെ ഒരു ആകെ ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു ടോട്ടാലിറ്റിയിൽ നോക്കുന്നുണ്ട്, ഈ ജീവിതം നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നു. ഈ മറ്റു കൂദാശകളിലേക്ക് ഞാൻ അതിലേക്ക് കിടക്കാത്തതല്ല, ഓപ്ഷൻ ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ വിവാഹം കഴിക്കേണ്ടി ഒരു കഴിച്ചാൽ മതി, പട്ടം എല്ലാവരും കിട്ടുകയില്ല. പിന്നെ രോഗികളുടെ ദൈരാഴ്ച എല്ലാവർക്കും കിട്ടുന്നു, അത് പക്ഷെ കിട്ടാനുള്ള സാഹചര്യം ചിലപ്പം ഉണ്ടായിരുന്നില്ല. അതൊക്കെ പലപ്പോഴും. പക്ഷെ ഇത് 3 എണ്ണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് വാട്ട് സസ്റ്റെയിൻസ് us. ഇപ്പൊ കൗദാശിക ജീവിതത്തിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ നേരത്തെ എനിക്ക് തോന്നുന്നത് ചെന്നിയച്ഛൻ്റെ ഒരു ക്ലാസ് ലിറ്ററേച്ചറിയെ കുറിച്ച് നമ്മുടെ ഇതിന് തന്നെയായിരുന്നു. അപ്പൊ അച്ഛൻ ലിറ്ററേച്ചറിയെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗം അച്ഛൻ അന്ന് കോട്ട് ചെയ്തു. ഇവിടാണ് ഈ ലിറ്റേർജി, നമ്മൾ ഈ സർവീസ് തന്നെയല്ല, ലിറ്റേർജി ആഫ്റ്റർ ലിറ്റേർജി. വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് നമ്മൾ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത ഒരാഴ്ച വരെ നമ്മളെ സസ്റ്റെയിൻ ചെയ്യുന്നത് ഇതാണ്. ആ രീതിയിലാണോ നമ്മളെ സസ്റ്റെയിൻ ചെയ്യുന്നത് എന്നാണ് അടിസ്ഥാനപരമായിട്ട് വേറൊന്നും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആത്യന്തികമായി ഇതിന്റെ ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുള്ളത് നമുക്ക്, ഈ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, മൃഗമായിട്ട് നമ്മളെ സൃഷ്ടിച്ചതിന് ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പശുവിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പശു ഇപ്പോൾ ഒരാളെ കുത്തിയെന്നും കണ്ട് ഈയിടെ ഏതോ ഒരു ഇതിനകത്ത് കണ്ടു, പശു കുത്തിയെന്നും പറഞ്ഞ് ആരെയും കുത്തിക്കൊല്ലാൻ, ആരെയും തൂക്കിക്കൊല്ലാൻ പറ്റും? അതിനുള്ള പറ്റില്ലെങ്കിൽ ആന ചവിട്ടിക്കൊന്നെന്നും പറഞ്ഞ് ആന ആരെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റും? ഇല്ലല്ലോ. പക്ഷെ കാരണം എന്നാ? ആനയ്ക്ക് അതിന് വലിയ ഉത്തരവാദിത്വം ഇല്ല. ആന വേളി എടുപ്പിക്കുന്ന പണി കാണിച്ചാൽ ആന ചവിട്ടിക്കൊള്ളും, അല്ലെങ്കിൽ മാറി മിടുക്കോടുകൂടി ദൂരെ മാറി നിന്ന് കാണിക്കാൻ അറിയുന്നവനല്ല. അല്ലെ കാള കുത്തുന്ന വഴിക്ക് നിന്നാൽ, ഞാൻ ബർണാസിന് വേണ്ടിയുടെ ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു. ഈ രണ്ട് കുത്താൻ വരുന്ന കാളയോട് ഒരുത്തനിങ്ങനെ തർക്കിച്ചുകൊണ്ട് നിന്നു. അത് പോത്തിനോട് വേദം. അപ്പൊ തർക്കിച്ചു കഴിഞ്ഞപ്പം ആ കാള കുത്തി കഴിഞ്ഞാൽ ഇയാള് നിന്നിട്ട് പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ കാള എന്തിനാ എന്നെ കുത്തിയത്? ഈ പലപ്പോഴും നമ്മുടെ ജീവിതം ഇങ്ങനെ, കുത്താൻ വരുന്ന കാളയുടെ മുന്നിൽ നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കും. തർക്കത്തിലുപരി നമ്മുടെ ജീവിതം കൂദാശയിൽ അധിഷ്ഠിതമായി, അനുഷ്ഠാനത്തിൽ അധിഷ്ഠിതം എന്നുള്ളതിൽ ജീവിതം തന്നെ ഒരു കൂദാശയാക്കി മാറ്റുന്നതിലൂടെയാണ് ഈ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രയാണം നമുക്ക് സാധ്യമാണ്. അല്ലെങ്കിൽ ലക്ഷ്യം പാളിക്കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് എല്ലാം പലതും കാണും. അതെല്ലാം ചോദിച്ചും പറഞ്ഞും കണ്ടും കേൾക്കും ഒക്കെ. പിന്നെ എവിടെ എത്തുമെന്നും എപ്പോഴെത്തുമെന്നും ആർക്കും വലിയ നിശ്ചയമൊന്നുമില്ല. കുർബാനയിലെ തന്നെ വേറൊരു പ്രാർത്ഥനയുണ്ട്. ഈ നിരന്തരമായിട്ട് ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ പറയുന്നത്, നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, മരണം. കുർബാനയിലെ ഏത് ക്രമത്തിലാണ് എപ്പോഴും എവിടെയോ നീ ക്രമം ഞാൻ യാക്കോവിന് എപ്പോഴും എവിടെയോ നീ ആഗ്രഹിക്കുന്ന പ്രകാരം നീ വിളിക്കുമ്പോൾ വരുവാൻ എന്നെ ഇയാക്കണം, അല്ലാതെ ഞാൻ പറയുന്നവരെ നോക്കിയിരിക്കണമെന്ന്. അതിന്റെ പ്രിപ്പറേഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ലക്ഷ്യബോധത്തിൽ എപ്പോഴും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, നീ വിളിക്കുമ്പോൾ വഴിയാൻ
ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ അല്ലെങ്കിൽ അവൾ വളരെ ഫോക്കസ്ഡ് ആണ് നമ്മുടെ യാത്രയിൽ. അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങൾ വെള്ളത്തിൽ ഒഴിക്കുന്ന ചൂടുവെള്ളം എന്തിനാ, പച്ചവെള്ളം എന്തിനാ, ഇതിനൊക്കെയുള്ള ക്രമങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പറഞ്ഞു തരാം. ഞാൻ സാധാരണ പറയുന്നവരുണ്ട്, ദേവി ഇത് ഞങ്ങളുടെ അടുത്ത് വരുന്നത് ജോലി ചെന്നപ്പോൾ ഒരാൾ ഇങ്ങനെ സംശയം ചോദിച്ചിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉത്തരവല്ല. നമുക്ക് അവരോട് പറയാനുള്ള ഉത്തരവാദിത്വം ഇല്ല. കാരണം ഈ വിശ്വാസ പെരിയതോടുകളോട് ഒക്കുമെങ്കിൽ സംസാരിക്കാതെ. കാരണം വെറുതെ ഈ ബാറബ്രായ വിശ്വാസ രീതികളെ കുറിച്ച് പറയുന്ന ഒരു പഠിപ്പീരുണ്ട്. വിഷപ്പാമ്പുകളിൽ നിന്ന് എന്ന പോലെ അവരിൽ നിന്ന് ഓടിപ്പോയിക്കണം. എന്നിട്ട് അടുത്ത സെന്റൻസാണ്, വിഷപ്പാമ്പിനേക്കാൾ ഇവരെ സൂക്ഷിക്കണം. വിഷപ്പാമ്പുകൾ നിങ്ങളുടെ ശരീരത്തെ കൊല്ലത്തേ ഉള്ളൂ, ഇത് നിങ്ങളുടെ ആത്മാവിനെ കൂടെ നശിപ്പിക്കുന്നു. കാരണം ഈ അവിടെ ഇവിടെ പോയി പലതും കേട്ടോണ്ട് തോന്നും, അതിൻ്റെ അറ്റത്ത് വിളിച്ചു, ഇതിൻ്റെ അറ്റത്ത് വിളിച്ചു. അവസാനം സംഭവിക്കുന്നത് നമ്മളുടെ ജീവിതം നമ്മൾ നശിപ്പിക്കും. വളരെ സഹസ്രാബ്ദങ്ങളായി സഭ രൂപം കൊടുത്ത പിതാക്കന്മാര് പഠനത്തോടും പ്രാർത്ഥനയോടും കൂടി അവർ മാർക്കറ്റ് സ്ട്രാറ്റജിക്കൊന്നും വേണ്ടി ചെയ്ത കാര്യങ്ങളല്ല, ചെയ്ത രൂപം കൊടുത്തിട്ടുള്ള ക്രമങ്ങളുണ്ട്. അത് കാലാന്തരത്തിൽ സഭ അതിൻ്റെതായ പരിശുദ്ധാത്മ നടത്തുന്നതനുസരിച്ച് വേണ്ട വ്യതിയാനങ്ങളൊക്കെ വരുത്തുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് പല ഫാഷനുകളായി സ്ഥിരം വരുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് കുർബാന കൊടുക്കാറോ, അവർക്ക് കൊടുത്താൽ എന്താണ് കുഴപ്പം? അത് അതിന് ചില ക്രമീകരണങ്ങളുണ്ട്. അത് അവരോടും സഭയോടും ചെയ്യുന്ന ഒരു അവതരണമാണ്. ഇതൊരു ഡിസിപ്ലിൻ മാത്രമല്ല, അത് വിവാഹ ജീവിതത്തിലെ വിശ്വസ്തത പോലാണ് കൗദാശിക ജീവിതത്തിലെ വിശ്വസ്തത. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ, ഇന്ന് നമുക്കൊന്നൊരു അഡൽട്ടറി കമ്മിറ്റ് ചെയ്ത് പറയാം? സാഹചര്യം കൊണ്ട് ആരെങ്കിലും ഒക്കെ ചെയ്യുമായിരിക്കും, അതെനിക്കറിയാം. പക്ഷെ ആരെങ്കിലും പ്ലാൻ ചെയ്തുകൊണ്ട് പോയി ആരെങ്കിലും അഡൽട്ടറി ചെയ്യാറ് എന്ന് പറയുന്നവരെ നമ്മൾ അടുത്ത പള്ളിയിൽ പോകുമ്പോൾ ഇന്ന് തന്നെ അവിടെ നിന്ന് കുർബാന ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ പള്ളിയിൽ നിന്ന് ഇവിടെ ആരെങ്കിലും വരുന്നുണ്ട്, അവർ വന്നതല്ലേ നമുക്ക് അവരുടെ നമ്മൾ ഹോസ്പിറ്റാലിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന എങ്ങനെ നമുക്കൊന്ന് കുർബാന കൊടുക്കുക, അല്ലേ? താഴെ കാപ്പ് കൊടുക്കുന്ന ലാഭത്തോടു കൂടിയാണ് നമ്മൾ കുർബാന കൊടുത്തേക്കാം എന്ന് പറയാം. അതല്ല, let us be focused and on our pilgrimage. അത് സുവിശേഷ പ്രവർത്തനമൊക്കെ ഇതിൻ്റെ ഘടകമാണ്. അങ്ങനെ പറഞ്ഞതിൽ നിന്നും 5-6 മിനിറ്റിലൂടെ മുമ്പോട്ട് പോയി 11:10 ഒരു 5 മിനിറ്റ് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ റൈസ് ചെയ്യാം. ഞാനീ പറഞ്ഞതിനെ കുറിച്ച് കേട്ടോ, ഇനി വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടൊന്നുമില്ല. അത് നമുക്ക് വേറെ എവിടെയെങ്കിലും വേണമെങ്കിൽ നിയമമായിട്ടുള്ള മീറ്റിങ്ങുകളെ കുറിച്ച് കമന്റ് ചെയ്തല്ലോ. നമുക്ക് അങ്ങനെ ഇല്ലല്ലോ നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ. അത് ഒന്നാമത് ഈ മറ്റുള്ളവരെ കുറിച്ച് ഞാൻ ഈ പബ്ലിക് വേദികളിൽ ഞാൻ പറയാറില്ല. കാരണം ഈ നമ്മളല്ലാത്ത ഈ നമ്മൾ ഇങ്ങനത്തെ കോലാഹലങ്ങൾ കാണിക്കുന്ന ഈ അടുത്ത കാലത്തായിട്ട് നമുക്കുണ്ട് കോലാഹലങ്ങൾ ഇസ്ലാമിക. ഈ സഭയുടെ ജീവിതം എന്ന് പറയുന്ന ഒരു ഈവൻ പ്ലാനിങ്. ഇപ്പം ശാന്തയ്ക്ക് ഇപ്പം അറിയാലോ, ഇപ്പം നിങ്ങൾ ഇതിനകത്ത് ഓർഗനൈസ് ചെയ്തവർക്ക് അറിയാം, ഈ ഒരു ഈവന്റ് നമ്മൾ പ്ലാൻ ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ എംഫസിസും എഫേർട്ടും എടുത്തത് ഇതിന്റെ ഫിസിക്കൽ അറേഞ്ച്മെന്റിലാണ്. നമ്മൾ പ്രസംഗനെ കണ്ടുപിടിച്ച് പ്രസംഗം നിശ്ചയിച്ചുള്ളത്. അതേസമയം ഈ ഇടവകയിൽപ്പെട്ടവരെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് രാവിലെ ഇഡ്ഡലി ആരൊക്കെ ഉണ്ടാക്കും, സാമ്പാർ ഉണ്ടാക്കും, ഉച്ചക്കത്തെ ഊണ് എങ്ങനെയാണ്. അല്ല, ഐ ഡോണ്ട് ബ്ലെയിം ദം, ഇറ്റ് നീഡ് ടു ബി ഡൺ. അപ്പൊ ഇത് പലപ്പോഴും പറ്റുന്നതാണ്. അഭിഷേകാഗ്നി അല്ലെങ്കിൽ ഇങ്ങനത്തെ കോലാഹലം ഉണ്ടാകുന്നുണ്ട്. എത്ര പേർക്ക് അഭിഷേകം കിട്ടി, എത്ര പേർക്ക് അഗ്നി ഇറങ്ങി. അപ്പൊ പിന്നെ നമ്മുടെ മെഷർമെന്റ് അല്ല, കഴിഞ്ഞ മീറ്റിങ്ങിൽ 35 പേർക്ക് ചൂടുള്ള അഭിഷേകാഗ്നി കിട്ടി, മറ്റവരുടെ ചില തണുത്ത അഗ്നി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിലുപരി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതല്ല, ഈ ഈവൻസ് അല്ല. അത് ഇങ്ങനെ ഒരു ഈവന്റ് പ്ലാൻ ചെയ്തത് കിട്ടുമെന്നൊരു ബോധ്യവും നമുക്കില്ല. എനിക്ക് സത്യത്തിൽ നമ്മുടെ പല കൺവെൻഷനുകളെ കുറിച്ചും ഒക്കെ എനിക്കുള്ള ഒരു കൺസേൺ ഇപ്പോഴിതാണ്. ഈ ആരേലും ഈ പ്രസംഗം കേട്ട് നന്നായിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ നമ്മുടെ പള്ളികൾ തന്നെയാണ് കൺവെൻഷനുകൾ, ഈവൻസ് പലതും ആത്മീയമായ കാര്യങ്ങളാണ് നമ്മൾ നടത്തുന്ന, ഒന്നും മോശപ്പെട്ട കാര്യങ്ങളല്ല. അതിലൂടെ ഹൗ മെനി ഹാവ് ചേഞ്ച്. അത്
ഒന്നുണ്ടെങ്കിൽ ഐ എം ഹാപ്പി. പക്ഷെ അതേസമയം ഈ ഗൗരവ തരത്തിലുള്ള എനിക്കിപ്പോൾ നമ്മുടെ വനിതാ സമാജത്തിന്റെ പ്രോഗ്രാം തന്നെ അറിയാം. നമ്മുടെ ഏറ്റവും നല്ല പ്രോഗ്രാമായിട്ട് ഇന്ന് ഇവോൾവ് ചെയ്ത് വന്നത് നമ്മുടെ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം. കാരണം അവിടെ എന്തെങ്കിലും എനിക്കറിയാം നിങ്ങൾ എസ് എ എഴുതാതൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇവൻച്വലി ഒരു ഡിബേറ്റ് ഉണ്ട്, ഡിസ്കഷൻ ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലും പഠിക്കും. മറ്റേത് എന്റർടൈൻമെന്റ്, അച്ഛൻ്റെ പ്രസംഗം, തമാശ പറഞ്ഞു, കഥകൾ പറഞ്ഞിച്ചു. അപ്പൊ ഈ പഠനത്തിലൂടെ വ്യത്യാസം വരും. അത് നിങ്ങൾ തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ ഈ ലീഡർഷിപ്പിൽ നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ടും ദിവ്യബോധനത്തിന്റെ പഠനം കൊണ്ടും ലീഡർഷിപ്പ് ട്രെയിനിങ് കൊണ്ടും ഇപ്പൊ എത്ര 6 വർഷം കൊണ്ട് വി ഹാവ് സീൻ ദ ഡിഫറൻസ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി. അപ്പൊ ആ ഒരു രീതിയിലുള്ള പഠനങ്ങൾ നമുക്ക് ഇടവ തലത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഈ ഈവൻസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ എനിക്കിപ്പോ ഇതിനെക്കുറിച്ച് ഇത് ഓരോ കൊല്ലം ഇപ്പൊ നമ്മളൊരാൾ പള്ളി ഇത്രയും വലിയ പള്ളി ഇവിടെ ഇത്രയും പേരെ ഇവിടെ ഇരുത്തി കൂട്ടും, ഇതെല്ലാം നമ്മുടെ കൺസേൺ